നമ്മളോടൊപ്പമുള്ളത് ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ SJR കുമാർജിയാണ്. ശബരിമല തീർത്ഥാടന കാലം വരികയാണ്. ലോകം മുഴുവനും അറിയപ്പെടുന്ന ഒരു കാനന ക്ഷേത്രമാണ്. നമ്മുടെ ഭക്തർ ശബരിമലയിലേക്ക് പോകുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട അനവധി കാര്യങ്ങളുണ്ടല്ലോ. അങ്ങയുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. ശബരിമല ക്ഷേത്രത്തിലേക്ക് തീർത്ഥയാത്ര പോകുന്ന ഭക്തജനങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് മുൻപ് കേരളത്തിൽ മാത്രം പരിമിതപ്പെട്ടിരുന്നെങ്കിൽ ഇന്ന് അത് ആഗോളതലത്തിലാണ്. അതാണ് ഒരു കാര്യം. അതുകൊണ്ട് ഈ പലപ്പോഴും ഈ ആദ്യമായിട്ട് വരുന്ന നമ്മൾ കന്നി അയ്യപ്പന്മാരെന്നാണ് പൊതുവെ പറയാറ്. ആദ്യമായിട്ട് ഒരു അയ്യപ്പനായിട്ട് വരുമ്പോൾ അവർ ധാരാളം കാര്യം ശ്രദ്ധിക്കാനുണ്ട്. കാരണം ആദ്യമായിട്ട് ശബരിമല എത്തുമ്പം അതിനകത്ത് ആചാരപരമായ വിഷയങ്ങളുണ്ടാവും. അതുപോലെ തന്നെ അപകടരഹിതമായിട്ടും മറ്റുള്ള, അതായത് മനുഷ്യനും വന്യജീവികൾക്കും, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാനന ക്ഷേത്രമാണ്. കാനന ക്ഷേത്രത്തിൽ ധാരാളം വന്യമൃഗങ്ങളുള്ള സ്ഥലമാണ്. ഇതൊരു ടൈഗർ റിസർവാണ്, ഡിക്ലെയർഡ് ടൈഗർ റിസർവാണ്. വളരെയധികം വന്യജീവികളും അതുപോലെ തന്നെ വളരെ പരിസ്ഥിതി സൗഹൃദമായ ഒരു പ്രദേശമാണ്. അവിടെ നമ്മൾ തീർത്ഥാടനത്തിന് പോകുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആചാരപരമായ വിഷയങ്ങൾക്കപ്പുറം ഈ സംവിധാനങ്ങൾക്ക്, പ്രകൃതി ഒരുക്കിയിരിക്കുന്ന സംവിധാനങ്ങൾക്ക് ഒരു തരത്തിലും കോട്ടം വരാതെ സൂക്ഷിക്കേണ്ടത് ഓരോ തീർത്ഥാടന ഭക്തൻ്റെയും ചുമതലയാണ്. അത് നിർവഹിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എന്തുകൊണ്ട് എടുത്തു പറയുന്നു വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലൊരുപാട് ലോപങ്ങൾ സംഭവിക്കാം. നമ്മൾ തന്നെ ഒരു വിഷയം വർഷങ്ങളായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അത് തുടങ്ങിയിടത്തായിരിക്കില്ല അവസാനിക്കുന്നത്. കാരണം പല പല മാറ്റങ്ങളും ഉണ്ടാകാം. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഒരു മാറ്റം ഉണ്ടാകാൻ പാടില്ല. ആചാരപരമായ കാര്യത്തിലും പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യത്തിലും പ്രകൃതി സൗഹൃദമായ രീതിയിലുള്ള തീർത്ഥാടനം നടത്തുക എന്നുള്ള കാര്യത്തിലും മറ്റ് സഹജീവികൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിലും ഒരു വിധത്തിലുള്ള ഒത്തുതീർപ്പുകളും പാടില്ല. അത് കൃത്യമായിട്ട് നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ്. ആചാരപരമായ കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണെന്ന് പറയുമ്പോൾ, ഈ ആചാരപരമായ കാര്യങ്ങൾ, ഭക്തർ അനുഷ്ഠിച്ചു വരുന്ന കാര്യങ്ങളിൽ പ്രകൃതിക്ക് ഹാനികരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. ആചാരപരമായിട്ടുള്ള കാര്യത്തിലല്ല പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ളത്, പക്ഷേ ദുരാചാരങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. കാരണം ആചാരങ്ങൾ ഒരിക്കലും അല്ല. കാരണം നമ്മുടെ പൂർവികന്മാർ നമ്മളെക്കാൾ ശ്രദ്ധാപൂർവമാണ് ഈ പ്രകൃതി സംരക്ഷിച്ചുകൊണ്ടാണ് ഇന്നും നമ്മളിവിടെ ജീവിക്കുന്നതും ശുദ്ധമായ ജലവും ശുദ്ധമായ വായുവും ഒക്കെ നമുക്ക് ലഭിക്കുന്നതും. നമ്മുടെ പൂർവികന്മാർ ഈ ആചാരങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ഞാനീ നേരത്തെ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് വരുന്ന ആചാരങ്ങളിൽ പല ലോപങ്ങളും സംഭവിക്കും. ഏത് കാര്യത്തിലുണ്ടാവും, അത് മാറ്റം മറിച്ചുകൾക്കിടയാവും. അപ്പോൾ അതിൽ സംഭവിക്കുന്നതാണിത്. രണ്ടാമത് നമ്മൾ കാണേണ്ടത്, നൂതനമായ ഈ സാങ്കേതിക വിദ്യകളൊക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പുതിയ ചില വസ്തുക്കൾ വരുന്നുണ്ട്. ഉദാഹരണം ഞാൻ പറയാം. ഒരു ഹാർഡ്ലി ഒരു 100 വർഷം അല്ലെങ്കിൽ ഒരു 75 വർഷം പുറകോട്ട് പോയി പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നില്ല കേരളത്തിൽ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഒരിക്കലും പ്ലാസ്റ്റിക് വസ്തു ഉണ്ടായിരുന്നില്ല. ഈവൻ കുപ്പി പോലും വളരെ വിരളമായിരുന്നു. ഞാൻ പറഞ്ഞത് ചില്ലുകുപ്പി. പ്ലാസ്റ്റിക്കൊക്കെ ഈ പറഞ്ഞ പെട്രോളിയം പ്രോഡക്ട്സ് ധാരാളമായിട്ട് ഉപയോഗിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ബൈ പ്രോഡക്ട്സിൽ നിന്നാണ് ഇതൊക്കെ വന്നത്. പണ്ടില്ല അത്. അപ്പോൾ ഇന്നൊരാൾ പ്ലാസ്റ്റിക്കിൽ ഒരു ആചാരപരമായിട്ടുള്ള ഒരു വസ്തു, ശർക്കരയാണെന്നിരിക്കട്ടെ, ആചാരത്തിൻ്റെ ഭാഗമായിട്ട് അന്നും കൊണ്ടാണ് ഇന്നും കൊണ്ടുകൊണ്ടാണ്. പക്ഷേ അന്നത് കൃത്യമായിട്ടും പൊതിഞ്ഞു വന്നിരുന്നത് തുണിയിലായിരുന്നു. പിന്നെ പത്രങ്ങളൊക്കെ വന്നപ്പോൾ പത്രങ്ങളിലായി. പിന്നീട് ഇപ്പോൾ പ്ലാസ്റ്റിക്കിലേക്ക് പൊതിയുമ്പോഴാണ്. അതാണ് ആ മാറ്റം. അതുകൊണ്ട് ആചാരത്തിൻ്റെ വിഷയം അല്ലത്, ആചാരം അനുഷ്ഠിക്കുന്നവർക്ക് പറ്റുന്ന അപകടമാണ്. അതുപോലെ തന്നെ അപ്പോൾ പമ്പയിൽ കുളിച്ചിട്ടൊക്കെയാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ പമ്പാ സ്നാന സമയത്തൊക്കെ പമ്പാ തീർത്ഥത്തിൽ ഇതുപോലെയുള്ള ആചാരം എന്ന് വിചാരിച്ച് ചെയ്തു വരുന്ന കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ? അതെന്തെങ്കിലും ഹാനികരമാകുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ലൊരു ചോദ്യമാണത്. കാരണം ഈ രണ്ട് തരത്തിലും, അതായത് നമ്മൾ ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടനം, അതിന് മുമ്പും ചില കാര്യങ്ങൾ പറയാനുണ്ട്, നമുക്ക് പിന്നീട് പറയാം. ഈ ഒരു ചോദ്യം ചോദിച്ച സ്ഥിതിക്ക് പമ്പ, അതായത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പമ്പയിലെത്തി പമ്പാ സ്നാനം ചെയ്ത് ബലിതർപ്പണവും ചെയ്തിട്ടാണ് ഗണപതി വണങ്ങി നമ്മൾ മല കയറുന്നത്. അപ്പോൾ അവിടെ ഒരു പമ്പാ സ്നാനമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മല കയറി ഭഗവാനെയൊക്കെ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ച് വളരെ ഭക്തിയാർത്തോളം തിരികെ വരുമ്പോൾ വീണ്ടും നമ്മളൊരു പമ്പാ സ്നാനമുണ്ട്. ഇങ്ങനെ 2 സമയത്ത് പമ്പാ സ്നാനം വരുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. കയറുന്ന സമയത്ത് വളരെ ശുചിയോടുകൂടി, അതായത് അശുദ്ധിയോടുകൂടി ഒരിക്കലും പമ്പയിൽ സ്നാനം ചെയ്യാൻ പാടില്ല.
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പരിസരങ്ങളിൽ പോലും മലമൂത്ര വിസർജനം ചെയ്യാനോ ഒന്നും പാടില്ല. പമ്പ പരിശുദ്ധമായ ദിവ്യമായ ഒരു നദിയാണ്. നമ്മൾ എങ്ങനെയാണോ ഗംഗ അതുപോലെ തന്നെ പവിത്രമാണ് പമ്പയും. അയ്യപ്പനുമായിട്ട് നമുക്കറിയാം, എല്ലാ അയ്യപ്പൻ്റെ ചരിത്രങ്ങളിലും അയ്യപ്പൻ്റെ ജന്മത്തെക്കുറിച്ച് നമുക്കറിയാം, പമ്പയുടെ തീരത്താണ് അദ്ദേഹത്തെ കിട്ടിയതെന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് പമ്പ അത്ര വിശുദ്ധമായൊരു സ്ഥലമാണ്. അതുകൊണ്ട് നമ്മൾ തൊഴാൻ പോകുന്ന സമയത്തും വളരെ ശുദ്ധിയോടുകൂടി വേണം പമ്പാസ്ഥാനം. അത് പമ്പാസ്ഥാനം നമ്മൾ കുളിക്കുക എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ്, അതായത് സാധാരണ ഇത് നമ്മൾ ദേഹശുദ്ധി വരുത്താനുള്ള കുളിക്കപ്പുറം ഇത് പരിശുദ്ധി വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സ്നാനമാണ്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് അത്തരത്തിൽ അത് കാണാൻ പാടുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് അല്ലെ എവിടെ നിന്നാണോ രാവിലെ എഴുന്നേറ്റ് വരുന്നതുകൊണ്ട് അവിടെയൊക്കെ ദേഹശുദ്ധി വരുത്തിയിട്ട് തന്നെ വേണം പമ്പയിലെത്താൻ. എന്നിട്ട് നമ്മുടെ പരിശുദ്ധിയാക്കുന്ന, നമ്മുടെ ദേഹം പരിശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്നാനമാണ്. അത് ശ്രദ്ധിക്കണം. അവിടെ മറ്റൊരു കാര്യം, അവിടെ ക്രിയകൾ മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവിടെയാണ് കുറച്ച് അപകടം ഈയിടെയായിട്ട് സംഭവിക്കുന്നത്. അങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞാൽ ഈ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അവരുടെ വസ്ത്രം ഉപേക്ഷിക്കണം എന്ന്. അപ്പോൾ പലരും അവിടെ കുളിക്കുകയും വസ്ത്രം ഉപേക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ ആകെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആചാരം വിരുദ്ധമാണത്. ഒരിക്കലും ഒരു ആചാരത്തിൽ അത് പറയുന്നില്ല. അടുത്ത കാലത്തായിട്ട് സംഭവിച്ചാണ്. അത് കൃത്രിമമായി ആരോ നിർമ്മിച്ചൊരു ആചാരമാണ്. അതൊരിക്കലും പാടില്ല. അതുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. കാരണം ഈ പമ്പയിൽ നമ്മൾ ഒഴുക്കുന്ന വസ്ത്രങ്ങൾ എവിടേക്കോ ചെന്ന് ചേരും. അത് മൃഗങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകും. താഴെ തട്ടിൽ അതിങ്ങനെ, നമ്മുടെ കേരളത്തിലാണെങ്കിൽ താഴെ കുട്ടനാട് വരെ ഈ നദി ചെന്നെത്തുന്നുണ്ട്. അവിടെ എല്ലാം പ്രകൃതിക്കും ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യനും എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കും. പിന്നെ കൂടാതെ അവിടെ വേറൊരു സംഭവം നടക്കുന്നത്, ഈ പലരും ഈ വസ്ത്രങ്ങൾ ശേഖരിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഈ വസ്ത്രങ്ങൾ ശേഖരിച്ച് അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് വീണ്ടും പുതിയ വസ്ത്രമായിട്ട് വരുന്നുണ്ട്. അതൊന്നും ചെയ്യാൻ പാടില്ലാത്തതാണ്. പിന്നെ വസ്ത്രങ്ങൾ ശേഖരിക്കുന്നവർ തന്നെ എല്ലാ വസ്ത്രങ്ങളും ശേഖരിക്കുന്നില്ല. ചില വസ്ത്രങ്ങളൊക്കെ, പ്രത്യേകിച്ച് അടിവസ്ത്രങ്ങളൊക്കെ ഒഴുകി വിടുകയാണ്. അപ്പോൾ ഇത് ഒരിക്കലും അനുവദനീയമല്ല. തീർച്ചയായിട്ടും അടുത്ത കാലത്തായിട്ട് അതിനുവേണ്ടി ധാരാളം പബ്ലിസിറ്റി കാര്യങ്ങളൊക്കെ നമ്മുടെയൊക്കെ സംഘടനയൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെയും ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത്, തീർത്ഥാടകർ ഈ ശബരിമല യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. കൂടാതെ ഇത്തരത്തിലേതെങ്കിലും ഒരു അനാചാരങ്ങൾക്ക് വഴിപ്പെടുന്ന അയ്യപ്പന്മാരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും കൂടെ നമ്മൾ ശ്രമിക്കണം. അതായത് ഇത് അനാചാരം മാത്രമല്ല, പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യമാണ്, ജീവജാലങ്ങൾ ദോഷം ചെയ്യുന്ന കാര്യമാണ്. അതൊരിക്കലും നല്ലൊരു കർമ്മമല്ല എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും വേണം. ഭക്തർ ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ടോ ശബരിമല യാത്രയിൽ? മറ്റു ക്ഷേത്രങ്ങളെ അപേക്ഷിച്ചിട്ട് ശബരിമല യാത്രയ്ക്ക് ഭക്തർ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും. അതായത് ശബരിമല ക്ഷേത്ര ദർശനവും മറ്റുള്ള ക്ഷേത്ര ദർശനവും പാടെ വ്യത്യാസമാണ്. അതായത് ശബരിമല ക്ഷേത്ര ദർശനം ഒരു തീർത്ഥാടനമാണ്. അതായത് 41 ദിവസത്തെ നൊയമ്പ് നോറ്റ് അതിനും ചില ചിട്ടവട്ടങ്ങളുണ്ട്. അതെല്ലാം പാലിച്ചുകൊണ്ട് ചില പ്രത്യേക, നമ്മൾ ഇരുമുടിക്കെട്ട് പോലുള്ള കാര്യങ്ങളൊക്കെ, അതിനെന്ത് വെക്കണം, നെയ്ത്തങ്ങ തുടങ്ങിയ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം കൃത്യമായി അനുസരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ വ്രതം നോക്കുമ്പോഴും നമ്മൾ ഈ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള ചില നിഷ്കർഷകളുണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ശബരിമലയ്ക്ക് പോകാൻ പാടുള്ളൂ. അങ്ങനെ പോയാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച പുണ്യം ലഭിക്കുകയുള്ളൂ. മറ്റുള്ള ക്ഷേത്രം നമുക്ക് അങ്ങനെ ഇല്ല. നമുക്കറിയാം, നമുക്ക് പല സമയങ്ങളിൽ നമുക്കവിടെ പോകാൻ പറ്റും. ഇത്തരത്തിലുള്ള മുൻകൂട്ടിയുള്ള സംവിധാനമൊന്നും ആവശ്യമില്ല. ശബരിമല തീർച്ചയായിട്ടും അത്തരം വേണം. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാരണക്ഷേത്രമായതുകൊണ്ട് നമ്മൾ ചില പരിമിതികളുണ്ട്. അത് പരിമിതികൾ 2 തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വനങ്ങൾക്കും ജീവജാലങ്ങൾക്കും ഹാനി വരാത്ത രീതിയിൽ വേണം നമ്മൾ യാത്ര ചെയ്യാൻ കൂടെ കൊണ്ടുവന്ന വസ്തുക്കളും. 2, ഇത്തരം ഒരു പ്രദേശമാണ്ട് നമ്മുടെ, അതായത് ഈ സഞ്ചരിക്കുന്ന അയ്യപ്പന്മാരുടെ അവരുടെ ആരോഗ്യവും സുരക്ഷയും പ്രധാനമാണ്. അതും നമ്മൾ കരുതേണ്ട വിഷയമാണ്. ഇത് രണ്ടിനും ഇണങ്ങുന്ന രീതിയിലാണ്. ഉദാഹരണത്തിന് മുമ്പൊക്കെ നമുക്ക് ഈ പമ്പയിൽ കൂടെ ആയിരുന്നില്ല പൊയ്ക്കൊണ്ടിരുന്നത്. പമ്പയിൽ കൂടെ ആണ് തീർച്ചയായിട്ടും. അത് ചാലക്കയം വഴിയുള്ള ഈ KSRTC ചെല്ലുന്ന റോഡ് ഉണ്ടായിരുന്ന വഴിയാണ്ടിരുന്നില്ല. എരുമേലിയിൽ കൂടെയാണ് ശരിക്കുള്ള പരമ്പരാഗത കാനനപാത പറഞ്ഞ എരുമേലി വഴിയാണ്. 60 കിലോമീറ്ററോളം കാട്ടിൽ കൂടെ നടന്നാണ് നമ്മൾ എത്താറുള്ളത്. ആ സമയത്ത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പല സ്ഥലത്തും താവളം അടിച്ച് വിരിവെച്ച് ഭക്ഷണം പാകം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് വളരെ ചുരുക്കം പേര് അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ കാൽനടയായിട്ടായിരുന്നു അന്ന് ഇതുപോലെ വാഹന സൗകര്യങ്ങളില്ല. അപ്പോൾ അതിനൊക്കെയുള്ള രീതിയിലായിരുന്നു മുമ്പ് അത് വേണ്ട വസ്തുക്കൾ കൊണ്ടുവന്നെങ്കിൽ ഇന്ന് ഇതൊന്നും വേണ്ട. ഉദാഹരണത്തിന് നമ്മൾ ഈ പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന രീതിയായിരുന്നെങ്കിൽ ഇന്ന് പലരും അങ്ങനെ ആവശ്യമില്ല. വളരെ ചുരുക്കം പേര് ചെയ്യുന്നുണ്ടാവും. പക്ഷേ പൊതുവേ ഭക്ഷണം അവിടെ 2 തരത്തിലുണ്ട്. ഒന്ന്, പലരും അന്നദാനം നടത്തുന്നുണ്ട്. ശബരിമല എത്തിയ ദേവസ്വം ബോർഡിൻ്റെ അന്നദാനമുണ്ട്. കൂടാതെ മറ്റിടങ്ങളിൽ വിവിധ സംഘടനകൾ അന്നദാനം നടത്തുന്നുണ്ട്.
അപ്പോൾ വളരെ ശുദ്ധമായ ഭക്ഷണം അത്തരം നമുക്ക് ലഭിക്കും. പിന്നെ വെജിറ്റേറിയൻ ഹോട്ടലുകൾ, സസ്യാഹാരം നൽകുന്ന ഹോട്ടലുണ്ടാവും, അവിടെ നിന്നും അന്നദാനം ലഭിക്കും. അതുകൊണ്ട് ഇപ്പോൾ മുൻപത്തെ പോലൊരു ആഹാരം തയ്യാറാക്കുന്ന സാമഗ്രികൾ കൊണ്ടുപോകണമെന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഈ കൊണ്ടുവന്ന വസ്തുക്കളിൽ ശ്രദ്ധിക്കേണ്ട വിഷയം, പ്രത്യേകിച്ച് ഇരുമുടിയിൽ എന്ത് വേണമെന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇരുമുടിയിൽ മുൻമുടിയും പിൻമുടി രണ്ട് ഭാഗങ്ങളുണ്ട്. ഇരുമുടി രണ്ട് കെട്ടായിട്ടാണ് ഇരുമുടി കൊണ്ടുപോകുന്നത്. മുൻമുടിയിലുള്ളത് ഭഗവാൻ അവിടെ സമർപ്പിക്കാനുള്ള വസ്തുക്കളാണ്. പിൻമുടിയിലുള്ളത് സഞ്ചാര സമയത്ത് നമുക്ക് ഉപയോഗിക്കാനുള്ള വസ്തുക്കളാണ്. പിന്നെ അതുകൂടെ ഈ വഴിപാട് കഴിച്ച് തിരിച്ചു കിട്ടുന്ന വസ്തുക്കളൊക്കെ ഇരുമുടിയിൽ കൊണ്ടുവരും. അപ്പോൾ മുൻമുടിയിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഭഗവാൻ അവിടെ സമർപ്പിക്കേണ്ട വസ്തുക്കളെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ടത് നെയ്ത്തേങ്ങയാണ്. അത് പരിശുദ്ധിയോടെ സ്വീകരിക്കേണ്ട കാര്യമാണ്. ആചാരപരമായ കാര്യത്തിൽ അത് ചെയ്യുന്നുണ്ട് പലരും. പക്ഷേ ഇതിനോടൊപ്പം കൊണ്ടുവന്ന ശർക്കര, അതുപോലെ തന്നെ ഉണക്കലരി, ഇത് രണ്ടും അവിടെ സമർപ്പിക്കേണ്ടതാണ്. ഇത് രണ്ടും ഒരു കാരണവശാലും ഒരു പ്ലാസ്റ്റിക് പൊതിഞ്ഞ് കൊണ്ടുപോകാൻ പാടില്ല. കാരണം ഒന്നാമത് നമ്മൾ ഉപയോഗിച്ച പോലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ ശർക്കര ഒരിക്കലും അനുയോജ്യമായ സംഭവമല്ല. രണ്ടാമത് ഭഗവാന് സമർപ്പിക്കാൻ പാടില്ല. മൂന്നാമത് ഈ പ്ലാസ്റ്റിക് അവിടെ ചെന്ന് പരിസര മലിനീകരണത്തിന് സാധ്യത ഒരുക്കും. അതുകൊണ്ട് ഇത്തരം വസ്തുക്കൾ ഒരിക്കലും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞുകൊണ്ട് പോകാൻ പാടില്ല. അത് തുണിയിൽ പൊതിയോ ഗ്ലാസ് ഉപയോഗിച്ച് പൊതിയോ ചെയ്യണം. രണ്ടാമത് ഇതിനോടൊപ്പം നമ്മൾ പല വസ്തുക്കളും ഇപ്പോൾ കൊണ്ടുവന്ന രീതിയുണ്ട്. അതിനകത്ത് പ്രധാനമായിട്ട് കർപ്പൂരം, അതുപോലെ പനിനീര്, അതുപോലെ അഗർബത്തി, ചന്ദനത്തിരി. അപ്പോൾ ഇതിലൊക്കെ പ്ലാസ്റ്റിക് പൊതിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഈ കർപ്പൂരത്തിൻ്റെ വിഷയം പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തീർത്ഥാടന പാതയിൽ പല സ്ഥലത്തും ഈ പൂജ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുമൊക്കെ കർപ്പൂരം, ആരെങ്കിലും ഒരാൾ കർപ്പൂരം കത്തിച്ചാൽ ഉടനെ തുടർന്ന് പുറകെ വരുന്ന ആളുകൾ ഈ കർപ്പൂരത്തിൻ്റെ കവറ് പൊട്ടിക്കാതെ കവറോടുകൂടി ഇടുകയാണ്. അത് സത്യം പറഞ്ഞാൽ അതിൻ്റെ പുക ഏൽക്കുന്നത് ഈ നടന്നു പോകുന്ന അയ്യപ്പന്മാരാണ്. അത് ഏറ്റവും അപകടം ചെയ്യും. രണ്ടാമത് മറ്റൊരു അപകടം എന്ന് വെച്ചാൽ അത്തരത്തിൽ ഈ വനമേഖലയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. വനമേഖലയിൽ ഇത്തരം ഒരു ഓപ്പൺ ഫയർ അപകടം ഉണ്ടാക്കും. കാരണം ഈ കർപ്പൂരം കത്തിച്ചാൽ കത്തിച്ചിട്ടുണ്ടെങ്കിൽ പോവാണ്. അപ്പോൾ അവിടെ പിന്നീട് എന്ത് സംഭവിക്കുന്നു നമുക്ക് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ചിലപ്പോൾ അത് തീ പടർന്നേക്കാം. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കത്തിക്കുന്നത്. രണ്ടാമത്തെ വിഷയം, ഈ കർപ്പൂരം, ഇന്ന് വരുന്ന കർപ്പൂരത്തിൽ നല്ലൊരു ശതമാനം സിന്തറ്റിക് കർപ്പൂരമാണ്. അത് ഹാനികരമാണ്. അത് കത്തിച്ചാൽ പുക തന്നെ ഹാനികരം, പ്ലാസ്റ്റിക് ഇല്ലെങ്കിലും ഹാനികരമാണ്. പനിനീരും അതുപോലെ തന്നെ സിന്തറ്റിക്കാണ് ഇപ്പോൾ വരുന്ന പനിനീര്, ഒറിജിനൽ പനിനീരല്ല. അത് പ്ലാസ്റ്റിക് കുപ്പിയിലും കൂടാണ്. അപ്പോൾ രണ്ടും അപകടമാണ്. ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പൊതുവേ ഈ വസ്തുക്കൾ രണ്ടും ഉപയോഗിക്കുന്നില്ല. ഉള്ളിൽ വളരെ ചുരുക്കമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അങ്ങനെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ കൃത്യമായിട്ടും പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള സിന്തറ്റിക് അല്ലാതെ ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. അവർക്ക് ഇത്തരത്തിൽ ഈ ഇപ്പോൾ കർപ്പൂരം, തെറ്റായൊരു കർപ്പൂരം ഉപയോഗിച്ചാൽ, അതല്ലെങ്കിൽ തെറ്റായൊരു പനിനീര് ഉപയോഗിച്ചാൽ ആ ദേവന് തന്നെ, പ്രതിഷ്ഠയ്ക്ക് തന്നെ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പോലും വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ട്. അതായത് പ്രതിഷ്ഠയ്ക്ക് തന്നെ പലതരത്തിൽ ദോഷം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇതെല്ലാം പല ക്ഷേത്രങ്ങളും പിൻവലിച്ചത്. അപ്പോൾ മുമ്പുള്ള അവസ്ഥയല്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് പൊതുവേ നമ്മുടെ ഒരു സാധനങ്ങളിൽ നമ്മൾ കൊണ്ടുവരാതിരിക്കുക. അനാവശ്യമായ വസ്തുക്കൾ, കാരണം ഈ നമ്മുടെ ശബരിമലയിൽ ദേവന് സമർപ്പിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നെയ്ത്തേങ്ങ, നെയ്യ് നിറച്ച തേങ്ങ, പിന്നെ ശർക്കര, ഉണക്കലരി. നമുക്ക് കൊണ്ടുവന്ന് പിന്നെ നമുക്ക് ഈ 18-ാം പടിയിൽ ഉടയ്ക്കാനുള്ള തേങ്ങയും അരിയും നമുക്ക് സൂക്ഷിക്കാൻ പറ്റും പിൻമുടിയിൽ. അത് പിന്നെ നമുക്ക് ഈ പോകുന്ന വഴിയിൽ ഈ എവിടെയെങ്കിലുമൊക്കെ ഇരുമുടിക്കെട്ട് ഇറക്കി വെക്കുകയും പിന്നെ അതിനെ പൂജ ചെയ്ത്, ശരിക്കും പറഞ്ഞാൽ ആരതി ഒഴിഞ്ഞാണ് കണ്ട് വീണ്ടും നമ്മൾ ശിരസ് വഹിക്കുന്നത്. ആ സമയത്തിന് വേണ്ടി നമുക്ക് ഈ കർപ്പൂരമോ അല്ലെങ്കിൽ സാമ്പ്രാണിത്തിരിയോ കാര്യങ്ങൾ കരുതാം. പക്ഷേ അത് നമ്മുടെ തോൾ സഞ്ചിയിലായിരിക്കണം. അത് ശബരിമലയിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല കഴിയുന്നതും. പമ്പ കഴിഞ്ഞാൽ അത് കൊണ്ടുപോയിരിക്കുക. അതല്ലെങ്കിൽ കൊണ്ടുപോയാൽ, ഇതല്ലാതെ ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ കയ്യിലൊരു പ്ലാസ്റ്റിക് വസ്തു കൈവശമുണ്ട്, ശബരിമല എത്തുമ്പോൾ കൈവശം ഉണ്ടെങ്കിൽ അത് അവിടെ നിന്ന് നിക്ഷേപിക്കാതെ മടക്കി കൊണ്ടുവരണം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത് ഈ അനാവശ്യ വസ്തുക്കൾ. പിന്നെ വേറൊരു പ്രവണത ഇപ്പോൾ കാണുന്നത്, ഈ ഇരുമുടിക്കെട്ടിനുള്ളിൽ അനാവശ്യമായ ഒരുപാട് സാധനങ്ങൾ കുത്തിനിറച്ച് കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുമുടിക്കെട്ട് പലപ്പോഴും റെഡിമെയ്ഡായിട്ട് മാറുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പൂജാ സ്റ്റോറിലൊക്കെ ചെന്ന് ഇരുമുടിക്കെട്ടിൻ്റെ സാമഗ്രികൾ തരാൻ പറയുമ്പം അതിനുള്ള ഒരു സഞ്ചി, അതിനകത്ത് നിറയ്ക്കാനുള്ള വസ്തുക്കളെന്നും പറഞ്ഞിട്ട് പല സാധനങ്ങൾ തരും. അവിടെ ഒരു പ്രശ്നം വരുന്നത്, ഈ കച്ചവടം ചെയ്യുന്ന ആൾ കച്ചവട കണ്ണോടുകൂടി പല സാധനങ്ങൾ നമുക്ക് തരും. കാരണം എത്രയും സാധനം തന്നാൽ അത്രയും രൂപ അവർക്ക് ലഭിക്കും. പക്ഷെ നമ്മുടെ പ്രശ്നം അവിടെ അല്ല. ഇത് കൊണ്ടുകൊണ്ട് ശബരിമലയിലാക്കാണ്. ശബരിമലയിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത വസ്തുക്കളൊക്കെ ഇതിനുള്ളിലുണ്ടാവും. അതുകൊണ്ട് കൃത്യമായ ധാരണ വേണം നമ്മൾ ശബരിമലയിലേക്ക് ഇരുമുടിക്കെട്ട് നിറയ്ക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അത് ചെയ്യണം. ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ധാരാളം പ്രാവശ്യം ശബരിമല എത്തിയ ഒരാൾ മാത്രമല്ല,
ഈ സമഗ്രമായും സമസ്തമായിട്ട് ശബരിമലയിലെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ആചാരങ്ങളും മനസ്സിലാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകൃതിയെല്ലാം അല്ലെങ്കിൽ വനത്തിനെല്ലാം സംരക്ഷിക്കുന്ന തരത്തിലുള്ള ചിന്തയോടുകൂടി വർഷങ്ങളോളം സഞ്ചരിച്ച് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും ഗുരുസ്വാമി. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ ആവശ്യങ്ങളനുസരിച്ച് മാത്രം ഈ ഇരുമുടിക്കെട്ടിൽ സ്വാമികൾ നിറയ്ക്കുകയും അതുപോലെ നമ്മുടെ തോൾസഞ്ചിയിലായാലും അനാവശ്യ സാധനങ്ങൾ കൊണ്ടുപോയിരിക്കുക. അത് പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നത് മാത്രമല്ല, ഒരു കാര്യം കൂടെ അവിടെ പറയാനുണ്ട്. ഇത്തരത്തിൽ അനാവശ്യമായിട്ട് ധാരാളം വസ്തുക്കൾ നമ്മൾ ശബരിമലയിൽ പോയിട്ടുള്ളവർക്കറിയാം. അവിടെ സ്വീകരിക്കുന്ന അപ്പുറത്ത് പ്രദക്ഷിണം വെച്ച് മാളികപ്പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ ഇത്തരം കൊണ്ടുവന്ന വസ്തുക്കൾ, അവല്, മലര്, സത്യം പറഞ്ഞാൽ അവലിനും മലരിനും യാതൊരു സാധ്യത അവിടെ ഇല്ല, അത് സ്വീകരിക്കുന്നതല്ല. അപ്പോൾ ഇത്തരം വസ്തുക്കളൊക്കെ നിക്ഷേപിക്കാൻ സ്ഥലം വെച്ചിട്ടുണ്ട്. അവിടെ നിക്ഷേപിക്കും. ലക്ഷോപലക്ഷം ആളുകളാണ് വരുന്നത്. ആ നിക്ഷേപിക്കുന്ന സ്ഥലത്ത് ആ വെക്കാവുന്ന പാത്രത്തും കവിഞ്ഞ് പുറത്തേക്ക് വീണ് അവിടെ ആകെ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ ചവിട്ടി പോകേണ്ട സ്ഥിതി വരെ വരും. ഒരിക്കലും പാടില്ലാത്തതാണ് ഭക്ഷണ സാധനം മനുഷ്യൻ ചവിട്ടുക എന്നുള്ളത്. രണ്ടാമത് ഇത് ദേവസ്വം ബോർഡ് ഇതെല്ലാം കളക്ട് ചെയ്ത് ഉരക്കുഴി തീർത്തതിനടുത്തൊരു ഇൻസ്റ്റലേഷൻ പ്ലാനുണ്ട് കത്തിച്ച് കളയാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് ആ പ്ലാനിൽ കത്തിക്കുകയാണ്. ഈ കത്തിച്ച് കഴിഞ്ഞാൽ കാരണം വേറെ ഉപയോഗമില്ല. നമ്മൾ ഈ ചുമന്നുകൊണ്ട് എന്തോ ഭഗവാൻ ആവശ്യമുള്ള വസ്തു ധരിച്ച് അവിടെ ചെല്ലുന്ന വസ്തു അൾട്ടിമേറ്റ്ലി അവസാനമായിട്ട് അത് പോകുന്നത് ഇങ്ങനെ കത്തിക്കാനാണ്. അവിടെ ഉള്ള അപകടം ഈ കത്തിക്കുമ്പോൾ സമയത്ത് വീണ്ടും പുക വരികയാണ്. ഈ വനത്തിനുള്ളിൽ ഇത്തരം വസ്തുക്കൾ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പുകയെക്കുറിച്ച് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് ഈ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഈ അയ്യപ്പന്മാർ ശബരിമലയ്ക്ക് പോകുമ്പം ഇരുമുടിക്കെട്ട് തയ്യാറാക്കുമ്പോഴും തോൾസഞ്ചിയിൽ കരുതുന്ന വസ്തുക്കളും കൃത്യമായിട്ടും ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം കരുതുക, അനാവശ്യമായിട്ടുള്ള വസ്തുക്കൾ കരുതാതിരിക്കുക. രണ്ടാമത് പ്ലാസ്റ്റിക് ഒരു തരത്തിലും കൊണ്ടുപോകാതിരിക്കുക. ഏതെങ്കിലും വശാൽ പ്ലാസ്റ്റിക് അവിടെ എത്താനിടയായാൽ അത് അതുപോലെ തിരികെ കൊണ്ടുവരാനും പ്രത്യേകം ശ്രദ്ധിക്കണം. കുമാർജി, അങ്ങ് ശബരിമല കർമ്മസമിതിയുടെ കൺവീനറാണല്ലോ. അപ്പോൾ ശബരിമല കർമ്മസമിതി ഇത് ഓരോ കുടുംബങ്ങളിലേക്കും ഈ സന്ദേശം എത്തിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അപ്പോൾ കേരളത്തിൽ മാത്രമല്ലല്ലോ, കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുനിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്നുണ്ട് ഭക്തർ. അപ്പോൾ എങ്ങനെയാണ് ഇത്രയും വിവരങ്ങൾ എത്തിക്കുക? അതിനുള്ള നടപടികളൊക്കെ എന്തായിട്ട്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ശബരിമല തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, കാരണം ശബരിമല കർമ്മസമിതി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടന പോലെ തന്നെ അഖില ഭാരതീയ തലത്തിൽ ഓൾ ഇന്ത്യ ശബരിമല ആക്ഷൻ കൗൺസിൽ എന്നൊരു ദേശീയ സംഘടനയുണ്ട്. ഈ രണ്ട് സംഘടനയും നമ്മൾ സാധാരണഗതിയിൽ ശബരിമലയെക്കുറിച്ച് പല പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂ പോലുള്ള ഇൻ്റർവ്യൂകളുണ്ടാവും. പിന്നെ നമ്മൾ ഈ വാർത്തകൾ കൊടുക്കും. അതുപോലെ തന്നെ ഈ പലർക്കും നമ്മുടെ ഈ ശബരിമല സംബന്ധിച്ച് ധാരാളം ഈ മീറ്റിങ്ങുകളുണ്ടാവും. അതായത് പലതരത്തിലാണ്. ഒന്ന് ഭക്തജനങ്ങളുടെ മീറ്റിംഗ് ഉണ്ടാവും. ഉദാഹരണത്തിന് കഴിഞ്ഞ ശനിയാഴ്ച ദിവസം 9-ാം തീയതി ചെങ്ങന്നൂർ വച്ചിട്ട് കർമ്മസമിതി ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ പങ്കെടുത്തത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുമാണ്. അതായത് ഭക്തജനങ്ങളുണ്ട്, അതുപോലെ ഭക്തൻ്റെ സംഘടനകളുണ്ട്, ഹൈന്ദവ സംഘടനകളുണ്ട്, ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട പന്തളം കൊട്ടാര പ്രതിനിധികളുണ്ട്, ശബരിമലയായിട്ട് ആചാരപരമായി ബന്ധപ്പെട്ട അവകാശികളായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികളുണ്ട്. ഇവരെല്ലാം അതായത് സമഗ്രമായ ശബരിമലയായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ അത്തരം യോഗങ്ങളിൽ നമ്മളിത് ചർച്ച ചെയ്യും. അവർ ഈ അവരുടെ നെറ്റ്വർക്ക് വഴി അവരെല്ലാം ഈ മടങ്ങിപ്പോകുമ്പോൾ അതാത് സ്ഥലങ്ങളിൽ ഇത് എത്തിക്കുകയും ചെയ്യുന്നത് ഒന്ന്. രണ്ട്, ആ സമയം തന്നെ പത്രമാധ്യമങ്ങൾ വരുന്ന വാർത്ത, നമ്മൾ ചാനലുകളിലും പത്രങ്ങളിലൊക്കെ വാർത്ത വരുന്നു. ഞാനൊരു ഉദാഹരണം പറയുകയാണ് എങ്ങനെ സംഭവിക്കുന്നത്. അതുവഴി പ്രചരിപ്പിക്കുന്നു. കൂടാതെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ശബരിമല കർമ്മസമിതി എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ശബരിമല കർമ്മസമിതി മലയാളത്തിലും ശബരിമല കർമ്മസമിതി ഇംഗ്ലീഷിലും 2 ഫേസ്ബുക്ക് ലക്ഷങ്ങൾ ഫോളോ ചെയ്യുന്ന പോസ്റ്റ് 2 ഫേസ്ബുക്ക് അക്കൗണ്ടുണ്ട്. അത് നമ്മൾ നിരന്തരം എഴുതുന്നുണ്ട്. ഈ സമയത്ത് മാത്രമല്ല, അവിടെ വ്യക്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും ഉള്ള വ്യക്തികൾ മാത്രമല്ല, അവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഭക്തജന സംഘടനകളും അതിനകത്ത് അംഗമാണ്. അപ്പോൾ ഇത്തരം നമ്മൾ സൂചനകൾ അവർക്ക് കൊടുക്കുമ്പോൾ ആ ഭക്തജന സംഘടനകൾ അവരുടെ തലത്തിൽ പ്രവർത്തിച്ച് അത് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മൾ ഇത് ശബരിമല കർമ്മസമിതി ആക്ച്വലി എല്ലാ ഹൈന്ദവ വിശ്വാസ സംഘടനകളും പ്രത്യേകിച്ച് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും കൂട്ടായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ധാരാളം മറ്റ് സംഘടനകളുണ്ട്. ശബരിമലയായിട്ട് തന്നെ ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല അയ്യപ്പ സേവാ സമാജം എന്നൊരു സംഘടനയുണ്ട്. ഈ സംഘടനയിൽ നമ്മളുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന സംഘടന തന്നെയാണ്. അതിന് ഈ ഭാരതത്തിലും വിദേശത്തും ബ്രാഞ്ചുകളുണ്ട്. അപ്പം ഇത്തരം വിഷയങ്ങൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വസ്ത്രമൊഴുക്കം തുടങ്ങിയ അനാചാരങ്ങൾ നമ്മൾ ഇവിടെ മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഭാരതത്തിലുള്ള പല കേന്ദ്രങ്ങൾ വഴിയും വിദേശത്തുള്ള കേന്ദ്രങ്ങൾ വഴിയും
അതുവഴി ബന്ധപ്പെടുത്തുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി, ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഇത്തരം വിശ്വ ഹിന്ദു പരിഷത്ത് ഓൾ ഇന്ത്യ സംഘടനയാണ്, മാത്രമല്ല ലോകം മുഴുവനുള്ള സംഘടനയാണ്, അറിയായിരിക്കും. ലോകത്ത് മിക്കവാറും ഒരു 52 രാഷ്ട്രങ്ങളിലുള്ള സംഘടനയാണ്. അതുകൊണ്ട് ഈ നമ്മളെല്ലാം ഒന്നിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചെങ്ങന്നൂർ നടന്ന യോഗത്തിൽ പോലും ഈ സംഘടന എല്ലാം ചേർന്നിട്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ നമ്മൾ തീരുമാനമെടുത്ത് ഈ പ്രചരിപ്പിക്കേണ്ട വിഷയം ഏതാണ്, അല്ലെങ്കിൽ ഇപ്രാവശ്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അയ്യപ്പന്മാരോട് പറയേണ്ടതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ഞാനീ പറഞ്ഞ മാധ്യമങ്ങൾ കൂടിയും പത്രമാധ്യമങ്ങൾ കൂടിയും സംഘടനകൾ വഴിയും വിവിധ സംഘടനകൾ വഴിയും നമ്മുടെയൊക്കെ ഫേസ്ബുക്ക്, നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിവിജ്വൽ മാത്രമേ ഞാൻ പറഞ്ഞത്, ശബരിമല കർമ്മസഭയുടെ ഫേസ്ബുക്ക്, അതുപോലെ ഈ സംഘടനയുടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇങ്ങനെ വളരെ ഇന്നിപ്പം ഒരു തീരുമാനമെടുത്ത് പ്രചരിപ്പിക്കാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. അത് തന്നെയാണല്ലോ നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത് ഇവിടെ. അതെ. അപ്പൊ ഇതിനൊരു ആധികാരികമായിട്ടുള്ളൊരു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ആധികാരികമായിട്ടുള്ളൊരു ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ ഒരു കൈപ്പുസ്തകം, അത് ഈ ഡോക്യുമെൻറ്റുമായിട്ട് മൾട്ടി ലാംഗ്വേജസിലേക്ക് ഇപ്പം നമുക്ക് സിസ്റ്റം ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മൾട്ടി ലാംഗ്വേജസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡോക്യുമെൻ്റായിട്ട് തയ്യാറാക്കിക്കൂടെ? അതായത് ഈ തീർത്ഥാടകർക്കുള്ള പല വിഷയങ്ങളും നമ്മൾ കൺവേ ചെയ്യുന്നുണ്ട്, അവരെ അറിയിക്കേണ്ട പല വിഷയങ്ങളുണ്ട്. അത് ഓരോ സമയത്തും വ്യത്യസ്തമായിരിക്കും. അതായത് ആചാരപരമായിട്ടുള്ള അടിസ്ഥാന ചില വിഷയങ്ങളുണ്ട് അവിടെ, അതൊരിക്കലും മാറുന്നില്ല. അത് മാറുന്നില്ലെന്ന് മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗുരുസ്വാമിമാർക്ക് കൃത്യമായിട്ടും ഇതിനെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ പുസ്തക രൂപേണ ആരെ അറിയിക്കേണ്ട ആവശ്യമില്ല. അത് ശബരിമലയുടെ വേറൊരു പ്രത്യേകതയും കൂടെ നമ്മൾ കണക്കാക്കണം. അതായത് ഈ ശബരിമല തീർത്ഥാടനത്തിന് ഒരുങ്ങുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒറ്റയ്ക്കല്ല പോകുന്നത്, കൂട്ടമായിട്ടാണ് പോകുന്നത്. അതാണ് മറ്റൊരു വ്യത്യാസം. മറ്റൊരു ക്ഷേത്രങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി തൊഴുത് മടങ്ങുന്നുണ്ടെങ്കിൽ ശബരിമല എപ്പോഴും കൂട്ടായിട്ടാണ് പോകുന്നത്. ശരണം വിളിക്കുന്നത്, സ്വാമിയേന്ന് വിളിക്കുമ്പോൾ ശരണമയ്യപ്പാന്ന് മറ്റുള്ളവരാണ് വിളിക്കുന്നത്. അപ്പോൾ അതൊരു കൂട്ടായ്മയുടെ ലക്ഷണമാണ്. അപ്പോൾ അത്തരത്തിലൊരു കൂട്ടായ്മയിൽ എപ്പോഴും ഒരു നേതൃത്വം ഉണ്ടാവും. അതാണ് ഗുരുസ്വാമി. ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ് പൊതുവെ, അല്ലാതെ ചുരുക്കമായിട്ട് സംഭവിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ ഗുരുസ്വാമി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തൊക്കെയാണ് നമ്മുടെ ഇരുമുടിയിൽ കരുതേണ്ടതെന്നും അല്ലെങ്കിൽ തോൾ സഞ്ചി കരുതേണ്ടത്, എന്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ കൃത്യമായ ധാരണയുണ്ട്. അന്ന് പറഞ്ഞ പോലെ ആചാരപരമായ വിഷയങ്ങൾക്കൊക്കെ കൃത്യമായിട്ടും ഈ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മൾ വിദേശത്താണെങ്കിൽ പോലും ഈ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലാണ്. എല്ലാ വിദേശത്ത് പോലെ ഗുരുസ്വാമിമാരുണ്ട്. ഇനി അതല്ലെങ്കിൽ തന്നെ കേരളത്തിലെത്തി ഏതെങ്കിലും ഒരു പ്രമുഖ ക്ഷേത്രത്തിലായിരിക്കും ഇത് നടത്തുക. അവിടെയും ഒരു ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലായിരിക്കും പുറത്തുനിന്ന് വരുന്നവരും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ടും ശബരിമല ആചാരപരമായിട്ടുള്ള വിഷയങ്ങൾ, അനുഷ്ഠാനപരമായിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കൃത്യമായിട്ടും അതിനുള്ള മാർഗരേഖകൾ ഇങ്ങനെ കാലാകാലങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ചോദിച്ച ചോദ്യം അനുസരിച്ച് ഈ മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് ചിന്തിക്കേണ്ട ചില വിഷയങ്ങൾ കടന്നു വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ കടന്നു വരുന്ന ഒരു വിഷയമാണ് ഈ പരിസ്ഥിതി പ്രശ്നം. 1. 2, ഈ വളരെയധികം ഭക്തജനങ്ങളോട് എത്തുന്നതുകൊണ്ട് ഈ അവിടുത്തെ തിരക്ക് വർദ്ധിക്കുന്നത് മൂലം ചില കരുതുകൾ എടുക്കാനുണ്ട്. അത് തീർച്ചയായിട്ടും മാധ്യമങ്ങൾ നമ്മൾ പറയണം. ഗുരുസ്വാമി എന്ന് പറയുന്നില്ലേ, ഇപ്പോൾ ഈ പറഞ്ഞ ചന്ദനത്തിനും കർപ്പൂരവും ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പല സാധനങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പൊ ഈ ഗുരുസ്വാമികൾ എല്ലായിടത്തും ശരിക്കും അറിവുള്ളവരാണോ? ആ ഗുരുസ്വാമികളെ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയും കൂടി ഉണ്ട് ഇന്നത്തെ കാലത്ത്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ഗുരുസ്വാമി, പലരും ധാരണ 18 മല കയറിയ ഒരു ഗുരുസ്വാമിയാണെന്നും പറഞ്ഞ് അഭിനയിച്ച് ദക്ഷിണയൊക്കെ മേടിക്കുമല്ലോ. അപ്പം അങ്ങനല്ല. ശരിക്കും പറഞ്ഞാൽ ഈ പരിജ്ഞാനം, ഞാൻ അതാണ് പറഞ്ഞത്. അതായത് വനമേഖലയാണെന്നും എങ്ങനെ അവിടെ തീർത്ഥാടനം ചെയ്യണം, പരിസ്ഥിതി ദോഷം വരത്തില്ല, വരാൻ പാടില്ല, വന്യമൃഗ ദോഷം വരാൻ പാടില്ല, മറ്റുള്ള സഹജീവികൾ കുഴപ്പം വരാൻ പാടില്ല, ഈ ചിന്തയോടുകൂടിയാണ് ശബരിമല തീർത്ഥാടനം നടത്തുന്നത്. പക്ഷേ എല്ലാവരും അങ്ങനെ അല്ല. അപ്പോൾ 2 യഥാർത്ഥ ഗുരുസ്വാമികളല്ലാത്തവരും ഉണ്ടാവാം, 2 ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലല്ലാതെ മലയ്ക്ക് വരുന്നവരുണ്ട്. യഥാർത്ഥ ഗുരുസ്വാമി എന്ന് പറഞ്ഞാൽ ആ ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സിനെ കൂടി നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതെ, അവർ മല പോകുമ്പോൾ അങ്ങനെ ഉണ്ടാവും. മലയ്ക്ക് ഇപ്പം ഞാനിതുവരെ ഇപ്പം നമ്മളിപ്പോൾ ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുമല്ലോ, ഇപ്പം മൂന്നാറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ മൈസൂരിലുള്ള സ്ഥലമുണ്ടല്ലോ, മധുക്കരയും, പിന്നെ അതിനപ്പുറത്ത് ധാരാളം വന്യങ്ങളുള്ള ഒരു സ്ഥലത്തൂടെ നമ്മൾ യാത്ര ചെയ്യും. അവിടെയൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ ആൾക്കാർ വഴി നിന്ന് ഇതൊക്കെ കാണും. ചിലർ മൃഗങ്ങളെ കല്ലെറിയും, ചില ഭക്ഷണം കൊഴിക്കും. പക്ഷേ ശബരിമല യാത്ര ഇതൊന്നും കാണാനില്ല, വർഷങ്ങളായിട്ടില്ല. അവർ ഇതെല്ലാം മാനിച്ചാണ് പോകുന്നത്. അവിടെ ഒരിക്കലും നമ്മൾ പോകുന്ന വഴി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, വർഷങ്ങളായിട്ട്. മൃഗങ്ങൾ വരും, മൃഗങ്ങൾ വന്ന് നമ്മൾ ക്രോസ് ചെയ്തൊക്കെ പോയാലും അതിനെ ഉടനെ അതിനെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ പ്രകോപിപ്പിക്കുക, അല്ലെങ്കിൽ ഫുഡ് കൊടുക്കുക,
അത് അതിൻ്റെ വഴിക്ക് പോകും. അപ്പോഴെന്താ ചെയ്യുന്നറിയോ, ശബരിമല ഞാനൊരു 3 വയസ്സുള്ള പോലെ യാത്ര തുടങ്ങിയ ആളാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഒരു വന്യമൃഗത്തെ അറ്റാക്ക് ചെയ്യുന്നത് കാണുന്ന ഒരു ഇപ്പോൾ ഈ കാലത്ത് കുറവാണെങ്കിലും മുമ്പ് പുലി ഞാൻ കണ്ടിട്ടുണ്ട്, പുലിയൊക്കെ. അതുപോലെ തന്നെ ആന ഒറ്റയാന്മാർ വരികയൊക്കെ ചെയ്യും. നമ്മൾ ഉറക്ക ശരണം വിളിക്കുക ചെയ്യുന്നത്. അമേ ശരണമയ്യപ്പാന്ന് എല്ലാം കൂട്ടത്തിൽ വിളിച്ചാൽ അത് പോകും. അതൊരു പ്രത്യേകതയാണ് അവിടെ. ഇതൊക്കെ അനുഭവിച്ചവരാണ്. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ ഈ പരിസ്ഥിതിയൊന്നും ഞാൻ പഠിച്ചല്ല പറയുന്നത്, എൻ്റെ അത് തന്നെ ശബരിമല യാത്രയിലെ അനുഭവത്തിൽ കൂടെയാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലാതെ പരിസ്ഥിതിയുടെ പുസ്തകം വായിച്ചിട്ടല്ല പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അത്തരം ആളുകളുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് തന്നെ വേണം ഈ ശബരിമലയിലേക്ക് പോകുന്ന തയ്യാറെടുപ്പുകൾ നടത്താനായിട്ട്. കൂടാതെ ഈ പുസ്തകത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ രൂപേണ നമ്മൾ കൊടുക്കുന്നില്ലെങ്കിലും ഈ ഞാൻ നേരത്തെ പറഞ്ഞ അടിസ്ഥാന കാര്യങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണെങ്കിൽ കാലാകാലങ്ങളിലുള്ള പല മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ പുതിയ ചില കാര്യങ്ങളും നമ്മൾ ഭക്തജനങ്ങളെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്രമാധ്യമങ്ങൾ വഴി കൊടുക്കുന്നുണ്ട്. കൂടാതെ ലഘുലേഖകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞ പോലെ അഖിലേന്ത്യാ തലത്ത്, കാരണം കേരളത്തിൽ മാത്രം കൊടുത്താൽ പോരാ, വരുന്ന ഭൂരിപക്ഷം ആളുകളും മറ്റ് പ്രദേശം, ഈ ഭാരതത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, തെലുങ്ക് ദേശം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എല്ലാം നമ്മുടെ ഈ പറഞ്ഞ സഹോദര പ്രസ്ഥാനങ്ങളായ അയ്യപ്പ സേവാ സമാജം തുടങ്ങിയുള്ളത് അതാത് ഭാഷകളിൽ, കാരണം ഒരു ഭാഷകളിൽ പറ്റില്ല, അതാത് ഭാഷകളിൽ നമ്മൾ കൊടുക്കാറുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ വസ്ത്രം ഒഴുക്കുന്ന വിഷയം തന്നെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പം മാറുന്ന സാഹചര്യം അനുസരിച്ച് നമ്മൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കൂടാതെ ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു വിഷയം കൂടെ പറയാം. ഇപ്പം കഴിഞ്ഞ 9-ാം തീയതി നമ്മൾ ചെങ്ങന്നൂർ നടത്തിയ ഒരു വലിയ മഹാസമ്മേളനത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അതിൽ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും, മുൻ മേൽശാന്തിമാർ, പന്തളംകോട്ട തുടങ്ങിയ എല്ലാവരും ഉണ്ടായിരുന്നു. അത് മലയാളത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വളരെ വിശദമായി മലയാളത്തിലാണ് സംസാരിച്ചത്. അത് കൃത്യമായിട്ട് അതിൻ്റെ തീരുമാനങ്ങളും മാറ്റും നമ്മൾ പത്രമാധ്യമങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് മറ്റ് ഭാഷകളിലേക്കും നമ്മൾ തർജ്ജമ ചെയ്തു. ഇംഗ്ലീഷിൽ അത് തർജ്ജമ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളിൽ കൂടെയും അത് പ്രിൻ്റ് ചെയ്തും കൊടുക്കാനുള്ളതുണ്ട്. മൂന്നാമത്തെ വിഷയം, നമ്മൾ ഇതേ തരത്തിലുള്ള യോഗം ഈ തമിഴ്നാട്, കർണാടക, ആന്ധ്ര ഇവിടെയൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ തീരുമാനങ്ങൾ പുസ്തകം അടിച്ച് സ്ഥിരമായിട്ട് വെക്കാൻ പറ്റില്ല, കാരണം മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്തോ ഒരു മാറ്റം ഞാൻ കൃത്യമായിട്ട് പറയാം. അവിടെ എത്തുന്നവർക്ക് മുമ്പ് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നില്ലെങ്കിൽ കോവിഡിന് ശേഷം ധാരാളം ഭക്തജനങ്ങൾ എത്തുമ്പോൾ കോവിഡ് പരക്കാനുള്ള സാധ്യത കണ്ടിട്ട് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വിർച്വൽ ക്യൂ കേട്ട് കാണും. വിർച്വൽ ക്യൂ വരുന്നു. അതുപോലെ തന്നെ അതിന് ഓൺലൈൻ ബുക്കിംഗ് ആണ് വിർച്വൽ ക്യൂ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ട്. അത് ഏതെങ്കിലും കാരണവശാൽ വിർച്വൽ ക്യൂവിൽ നേരത്തെ ബുക്ക് ചെയ്യാൻ സാധിക്കാത്തവർക്ക് അവിടെ എത്തിയാൽ അവിടെ ഉടൻ തന്നെ ഒരു ബുക്കിംഗ് എടുക്കുന്നതിന് സ്പോട്ട് ബുക്കിംഗ്, ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമാക്കുന്ന ധാരാളം നടന്നു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ 3-4 വർഷത്തിനിടയ്ക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇപ്രാവശ്യം നമ്മൾ പറയുന്ന ഒരു വിഷയമാണ് വിർച്വൽ ക്യൂ ബുക്കിങ്ങിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്യണം. കാരണം 41 ദിവസത്തെ വ്രതം എടുത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, സാധാരണ ക്ഷേത്ര ദർശനം പോലെ അല്ല, ശബരിമല തീർത്ഥാടനം എന്ന് പറഞ്ഞാൽ വളരെ മുന്നൊരുക്കങ്ങൾ വേണ്ട ഒന്നാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വിചാരിക്കുന്ന നാളെ ക്ഷേത്രത്തിൽ പോകുന്നതല്ല. 41 ദിവസത്തെ വ്രതം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്നാണോ പോകുന്നത് അതിന് 41 ദിവസം മുമ്പ് നമുക്ക് മനസ്സിലാവും നമുക്ക് യാത്ര ചെയ്യേണ്ട സമയം ആവുന്നു. 41 ദിവസങ്ങൾ യാത്ര ചെയ്യണം. അപ്പോൾ ഇന്ന് നമുക്ക് വിർച്വൽ ക്യൂ ബുക്ക് ചെയ്യാൻ സാധിക്കും, അല്ലാതെ ലാസ്റ്റ് മിനിറ്റ് അല്ല. അങ്ങനെ വിർച്വൽ ക്യൂ ബുക്ക് ചെയ്തതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ നമുക്കൊരു സ്ലോട്ട് ഉണ്ടാവും കയറാനായിട്ട്. ആ സമയത്ത് നമുക്ക് അധികം കാത്തിരിക്കാതെ ആ സ്ലോട്ടിൽ നമുക്ക് അവിടെ ചെന്ന് ദർശനം ക്യൂ കയറി ദർശനം ചെയ്യാൻ പറ്റും. രണ്ടാമത് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട വേറൊരു ആവശ്യം, ഇപ്പോൾ ഈ വർഷം 70,000 പേർക്കാണ് ഈ വിർച്വൽ ക്യൂ ബുക്കിംഗ് അനുവദിച്ചിരിക്കുന്നത്. 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് ആണ്. ഒരു പേര് വേറെയാണെങ്കിലും സ്പോട്ട് ബുക്കിംഗ് ആണ് സംഭവം. അതായത് മാലയിട്ട് വ്രതം നോറ്റ് ഈ വിർച്വൽ ക്യൂ ഒന്നും അറിയാതെ വരുന്നവർ, അല്ലെങ്കിൽ വിർച്വൽ ക്യൂ ബുക്കിംഗ് കിട്ടിയില്ലെങ്കിലും ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവർ അവിടെ എത്തിയാൽ അവരെ മടക്കി അയക്കരുതെന്നാണ് നമ്മൾ പറയുന്നത്. ദേവസ്വം ബോർഡ് അംഗീകരിക്കുന്നുണ്ട് മടക്കി അയക്കില്ല എന്ന്. പക്ഷേ അതിന് പകരമാണ് ഈ സ്പോട്ട് ബുക്കിംഗ്. അവിടെ വന്നാൽ ബുക്ക് ചെയ്യാൻ പറ്റും. അത് 10,000 പേർക്കാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ കഴിയുന്നിടത്തോളം മുൻകൂട്ടി ബുക്ക് ചെയ്താൽ ബാക്കി വരുന്ന 10,000 പേർക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഓൺലൈൻ ബുക്ക് കയറാം. നമ്മൾ പക്ഷേ 41 ദിവസം മുമ്പ് അറിയാമെങ്കിൽ നമ്മൾ വിർച്വൽക്ക് ബുക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നാൽ ഈ അറിയാതെ വരുന്നവർക്ക് അവരുടെ 10,000 പേര് കൂടുതൽ വന്നാൽ അവർക്ക് തൊഴാൻ പറ്റാതെ വരും. അതുകൊണ്ട് നമ്മളൊരു അയ്യഭക്തൻ്റെ മറ്റൊരു ചുമതലയാണ് മറ്റുള്ള അയ്യഭക്തന്മാർക്കും അവിടെ തൊഴാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ള ഭാഗത്തിൽ നമ്മളും അത് പാലിക്കണം. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നേരത്തെ ബുക്ക് ചെയ്ത് പോവുക. പറ്റാതെ ഒരു സാഹചര്യത്തിൽ മാത്രം അവിടെ പോയി ഓൺലൈൻ സ്പോട്ട് ബുക്കിംഗ് എടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ സ്പോട്ട് ബുക്കിങ്ങും ഈ രണ്ടിലും, അതായത് ഓൺലൈൻ വിർച്വൽ ക്യൂവിൽ 70,000, സ്പോട്ട് ബുക്കിംഗ് 10,000 എന്ന് പറയുമ്പോൾ അത് മാറാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷം ഒരു സമയം 1,00,000 പേര് വരെ പ്രവേശിച്ചിരുന്നു. പിന്നീട് 90,000 പേരെ പ്രവേശിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് 80,000 മാത്രമേ ആവുന്നുള്ളൂ.
പക്ഷേ ഇത് കൂട്ടാൻ സാധ്യതയുണ്ട്. നമ്മൾ ആവശ്യപ്പെടുന്നുണ്ട്, ഇത് പോരാ. അപ്പോൾ ദേവസ്വം ബോർഡ് എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന മനസ്സിലാവുന്നു. അപ്പോൾ അത് ചിലപ്പം 2 ദിവസത്തിനകം അത് മാറാം. അപ്പം അത്തരം മാറ്റങ്ങൾ നമ്മളൊരു പുസ്തകം എഴുതുമ്പോൾ കിട്ടില്ല. അപ്പോൾ പുസ്തകത്തിൽ സ്ഥിരമായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് വർഷാവർഷം കാലാകാലങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ബോധ്യമുണ്ട്. പിന്നീട് വന്ന ഈ പ്ലാസ്റ്റിക് വിഷയം, അനാവശ്യ സാധനങ്ങൾ നമ്മുടെ വിഴുമുടിയിലും തോൾസഞ്ചിയിലും കൊണ്ടുപോകാതിരിക്കുക, അവിടെ പ്രകൃതിയുടെ പരിപാലനം, അതുപോലെ വനമേഖലയാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക, നേരത്തെ പറഞ്ഞ പമ്പാസ്ഥാനം തുടങ്ങിയ അത്തരം വിഷയങ്ങളാണ്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സമയത്ത്. ഈ പമ്പയിൽ വസ്ത്രം ഒഴുക്കുന്ന മുമ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അത് അടുത്ത കാലത്ത് സംഭവിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട് നമ്മുടെയൊക്കെ പ്രേരണ മൂലം. അതും കാണുന്നുണ്ട്. അതായത് നമ്മളീ പറയുന്ന കാര്യങ്ങളുടെ റിസൾട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വാഹന ഗതാഗതത്തിൻ്റെ വിഷയത്തിലൊക്കെ പല കാര്യങ്ങളുണ്ട്. മുമ്പ് നിലയ്ക്കലൊരു ബേസ് ക്യാമ്പ് ഉണ്ടായിരുന്നില്ല, ഇപ്പം നിലയ്ക്കൽ ബേസ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ മാറ്റങ്ങൾ വരുന്ന അനുസരിച്ചാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയിക്കുന്നത്. 41 ദിവസത്തെ വ്രതമെടുത്ത് പ്രകൃതിയിൽ അലിഞ്ഞുള്ള തീർത്ഥയാത്രയാണ് ശബരിമലയിലേക്ക്. അപ്പോൾ അവിടെ ശരണമന്ത്രത്തോടൊപ്പം തന്നെ പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളൊരു ബോധ്യവും കൂടി മനസ്സിൽ നിറച്ചുകൊണ്ടാവണം ഒരു അയ്യപ്പ ഭക്തൻ യാത്രയാകേണ്ടത്, അല്ലേ? തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. കാരണം എല്ലാ ദേവീദേവന്മാരും ആഗ്രഹിക്കുന്നത് ഈ പ്രപഞ്ചത്തെ അതിനെ വേണ്ടവണ്ണം പരിപാലിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ പ്രപഞ്ചത്തിലെ ചെറിയൊരു ജീവി മാത്രമാണ് മനുഷ്യൻ. അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ സ്ഥാനം പ്രകൃതിയെ ദുരുപയോഗം ചെയ്യല്ല, അതിനെ പരിപോഷിപ്പിക്കുകയാണ്. ഓരോ ചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നവരാണ് നമ്മൾ. പ്രത്യേകിച്ച് ഹിന്ദുക്കൾ നമ്മൾ വിശ്വസിക്കുന്നത് സർവ്വചരാചരങ്ങളിലും ഈശ്വരനെ ദർശിക്കുന്നവരായ നമ്മളെപ്പോലെ തന്നെ പ്രാധാന്യം അറിയിക്കുന്നവരാണ് ഒരു ചെറിയ പ്രാണിയും ഏറ്റവും വലിയ ജീവിയും ജന്തുക്കളും വൃക്ഷങ്ങളും ലതാതെ ഇതിനെയൊക്കെ നമ്മൾ പൂജിക്കുന്നവരുമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ആ ബോധ്യം എവിടെയോ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കണം നമുക്ക് ഈ പ്രകൃതിയെക്കുറിച്ച് പറയേണ്ടതായിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലാകാലങ്ങളായിട്ട് അയ്യപ്പ ഭജനം നടത്തിയും അയ്യപ്പൻ്റെ ദർശനം നടത്താനും തീർത്ഥാടനം നടത്തിയവരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ സ്വമേധയാ അവരുടെ ഈ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ വനത്തിൽ കൂടെയുള്ള യാത്രയുടെ ഭാഗമായിട്ടും ആ വനത്തിലുള്ള പരിസ്ഥിതിയെ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നതിൻ്റെ പരമായിട്ട് മുമ്പ് അത് വേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ഇന്ന് നമ്മൾ നഗര ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വനം കാണുകയോ അല്ലെങ്കിൽ ഒരു പാല് കുടിക്കുന്നൊരു കുട്ടി ഒരു പശുവിനെ കാണാതെ ജീവിച്ച് മരിക്കുന്നു എന്നും കൂടെ നമ്മൾ പറയേണ്ടി വരും. അതായത് പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരാത്ത തരത്തിലാണ് ഇന്ന് മനുഷ്യൻ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വീണ്ടും പറയേണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത്ര ഒരു അനുഭവം യോഗം ഉണ്ടാകണമെന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിസ്ഥിതിക്ക് അനുകൂലമായിട്ടുള്ള മാത്രമല്ല പരിസ്ഥിതിയെ പരിപോഷിപ്പിക്കുന്ന തരത്തിലൂടെ ആവണം ഈ ഓരോ ശബരിമല തീർത്ഥാടനവും എന്ന് യാതൊരു സംശയമില്ല. അതല്ലെങ്കിൽ ഈ വനത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന അയ്യപ്പ ക്ഷേത്രം തന്നെ ഇല്ലാതാവും. അതാണ് നമ്മൾ കാണുന്നത്. കാരണം പ്രകൃതി ശോഷണം പലതരത്തിലാണ്. നമുക്കൊക്കെ അറിയാം. ഈ പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാകുന്ന മണ്ണിടിച്ചിൽ, പ്രകൃതി ദുരന്തങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്താണ്? പ്രകൃതിയെ നമ്മൾ സൂക്ഷിക്കാത്തതുകൊണ്ട് തന്നെയാണ്. അതൊരിക്കലും ശബരിമലയ്ക്ക് സംഭവിക്കാൻ പാടില്ല എന്നാണ് ഓരോ അയ്യപ്പ ഭക്തനും തീരുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ കാട്ടി സഹ്യപർവ്വതത്തിലെല്ലാം എന്തെല്ലാം കോൺക്രീറ്റ് ജംഗിൾ മറ്റൊക്കെ ചെയ്ത് അതുപോലെ തന്നെ പ്രകൃതി ഒട്ടും കരുതാതെ ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അയ്യപ്പ ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകണമെങ്കിൽ ആ ക്ഷേത്രം അവിടെ നല്ല രീതിയിൽ നിലനിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, പ്രകൃതിക്ക് അനുസൃതമായ രീതിയിൽ പൂർണ്ണമായിട്ടും പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ മാലയിടുന്ന ദിവസം മുതൽ ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവരെ മാത്രമല്ല ജീവിതം തന്നെ അങ്ങനെ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ പുണ്യം നമുക്ക് ലഭിക്കുകയുള്ളൂ, അയ്യപ്പൻ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ. അതിൽ കാനനവാസന അയ്യപ്പൻ അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. സ്വാമിയുടെ ദർശനത്തോടൊപ്പം പാരിസ്ഥിതികമായിട്ടുള്ളൊരു ദർശനവും ഇനിയുള്ള ഭക്തർ മനസ്സിൽ കണ്ടുകൊണ്ടാവട്ടെ ഈ ഒരു മണ്ഡലകാലത്തിലെ യാത്രകളെന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാനനയാത്രയിൽ തന്നെ അതിൻ്റെ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാനനയാത്രയാണ്, വനത്തിൽ കൂടെയുള്ള യാത്രയാണ്. അത് സാധ്യമാണെങ്കിൽ വനം അവിടെ വേണം. അപ്പം അതുകൊണ്ട് ഇത് പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ഷേത്രം പോലെ അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കാനന മധ്യേയുള്ള അയ്യപ്പ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം നമുക്കറിയാം. പുലിപ്പുറത്തുള്ള സഞ്ചാരം, നമ്മൾ അയ്യപ്പനെ മനസ്സിൽ കാണുമ്പോൾ തന്നെ ആ പ്രകൃതി മൊത്തം ഉണ്ട് ചുറ്റിനും.
അപ്പോൾ അതുകൊണ്ട് ആ അയ്യപ്പൻ്റെ ആഗ്രഹം അനുസരിച്ച് അദ്ദേഹം അവിടെ ധ്യാനനിരതനായി നിത്യബ്രഹ്മചാരിയായി അവിടെ വസിക്കുമ്പോൾ അതിന് അനുസൃതമായി എല്ലാ ശുദ്ധിയും പരിശുദ്ധിയോടുകൂടി ആ കാനനത്തിന് യാതൊരു ലോപവും സംഭവിക്കാതെ കൃത്യമായിട്ടും ആ ഈശ്വരനെ പൂജിച്ചാൽ കാലാകാലങ്ങളായിട്ട് ക്ഷേത്രം നിലനിൽക്കാനും ഈ ജനസമൂഹത്തിന് അത് അദ്ദേഹത്തിൻ്റെ വരം ലഭിക്കാനും അദ്ദേഹത്തിന് അനുഗ്രഹം ലഭിക്കാനും സാധിക്കും. അവിടെ തീർച്ചയായിട്ടും ഈ വരുന്ന ശബരിമല തീർത്ഥാടന കാലത്ത്, മണ്ഡലം മകരവിളക്ക് കാലത്ത് പ്രത്യേകിച്ചും വളരെ സമാധാനപരവുമായിട്ടും പ്രകൃതിക്കോ മനുഷ്യനോ സഹജീവികൾക്കോ ഒരു പ്രാണിക്ക് പോലും ദോഷം വരാതെയും പരിശുദ്ധി സംരക്ഷിച്ചുകൊണ്ടും വരും തലമുറയ്ക്ക് ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള തരത്തിൽ എല്ലാം ശ്രദ്ധയോടും കൂടി തന്നെ ആകട്ടെ നമ്മുടെ ഈ വരുന്ന തീർത്ഥാടനവും. അതിൻ്റെ ഒരുക്കം മാലയിടുന്ന അന്ന് മുതൽ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വാമിയേ ശരണം അയ്യപ്പ.